കൊല്ലം വിളക്കുടിയിൽ പേവിഷബാധയേറ്റ് മരിച്ച 8 വയസ്സുകാരുടെ മൃതശരീരം ഖബറടക്കി. വിളക്കുടി പഞ്ചായത്തിൽ 15 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകുമെന്ന് വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കേരളത്തിന്റെ ആകെ നോവായ നീയയുടെ ചേതനയറ്റ ശരീരം പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ 6 അടി മണ്ണിൽ ഖബറടക്കി. PPP കിറ്റ് ധരിച്ചാണ് ബന്ധുക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. കുട്ടിയുടെ അമ്മ ഹാദിറ നിരീക്ഷണത്തിലാണ്. വളർത്തിയതുകൊണ്ട് കണ്ടില്ലേ, ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോകുന്ന കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ എല്ലാ സഹായവും ചെയ്തെങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാന് ഭർത്ത ഓടിച്ചു വിട്ട പട്ടിയ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. എനിക്കിപ്പോ ഞാൻ ഓടിച്ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു പറിക്കുമായിരുന്നു. അപ്പോഴേ എടുത്തോണ്ട് പോയി. ഞാൻ ഇപ്പതാണ്ട് കൊണ്ടുപോയി. ഇനി എനിക്കിനി കാണാനില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നതായി വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് റെജീന അറിയിച്ചു. നമ്മൾ 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. തെരുവുനായ്ക്കളെ മാറ്റുന്നതിനായിട്ട് വന്ധീകരണ ശസ്ത്രക്രിയ ഉൾപ്പെടെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഷെൽട്ടർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഈ തെരുവുനായ്ക്കളെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നിലവിലെ സ്ഥിതി കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് വിലയിരുത്തും. 1 മാസം മുമ്പാണ് നീയെ തെരുവുനായ ആക്രമിച്ചത്. അന്ന് തന്നെ വിളക്കുടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും IDRB ഡോസും ആന്റി റാബീസ് സിറവും നൽകിയിരുന്നു. പിന്നീട് 3 തവണ കൂടി IDRB നൽകി. മെയ് 6-ന് 1 ഡോസ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഏപ്രിൽ 28-ന് പനി ബാധിച്ചത് പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധയെന്ന് മനസ്സിലായത്. പനി മാറാത്തതിനെ തുടർന്ന് കുട്ടിയെ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൈരളി ന്യൂസ്, കൊല്ലം.